ഹായ്! ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2-3 ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരൊറ്റ വ്ളോഗ്. എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ആ 3 ദിവസങ്ങളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് മിഥുൻ ചേട്ടൻ്റെയും കാർത്തികയുടെയും ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പുതിയ ഒരു കാർ എടുത്തിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണല്ലേ, പുതിയൊരു വെഹിക്കിൾ നമ്മുടെ ഒരു ലൈഫിലേക്ക് കടന്നു വരുന്നത്. കാരണം ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ വയറിലാവാനുള്ളതാ? ഇത് പൊട്ടിച്ചത് അതിനുള്ളിലായില്ലേ? പോയിട്ട് അവിടെ നിന്ന് പിറക്കി കിടക്കാൻ വീട്ടിൽ. This is an ocean drink. ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കാണ്. എപ്പോഴൊക്കെ ടയേർഡാണെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ എനിക്കിത് മേടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദെൻ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കടമക്കുടിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ്, ഒരു റെസ്റ്റോറൻറ്റിൽ. അവിടെ മെയിനായിട്ട് പോയത് പാൽക്കപ്പയും ഫിഷ് കറിയും കഴിക്കാനാണ്. ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ഇങ്ങനെയുള്ള സ്പേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മൈൻഡ് ക്ലിയറാക്കി പീസ്ഫുള്ളാക്കി വെക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പോകണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള എന്താ പറയുക, പ്രകൃതിയായിട്ട് ഇണങ്ങിക്കിടക്കുന്ന കുറച്ച് സ്പേസ് ചൂസ് ചെയ്യാറുണ്ട്. മൈൻഡ് ഒന്ന് കാമാക്കി കൂളാക്കി വെക്കാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. മിക്കവാറും ഉള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ എന്നാൽ എനിക്ക് ഒച്ചപ്പാടും ബഹളവും എല്ലാം വേണം താനും. കുറച്ച് സമയത്തേക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്ലേസിലൊക്കെ എനിക്ക് നിൽക്കാൻ പറ്റൂ. എനിക്ക് ഒച്ചപ്പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഡേ പോയത് ട്രിപ്പാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു കുറച്ച് ബിറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്നെ കാണാൻ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡേ ആയിരുന്നു. വേറൊന്നുമല്ല, ക്ലിയർ സ്കിന്നായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒരു പ്രത്യേക ഗ്ലോ വരും. പിമ്പിളും പോട്ട്സും ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ഒരു ഗ്ലോ വരും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ്. എൻ്റെ ഐലാഷ് കുറച്ചുകൂടി വളർന്നത്, എനിക്ക് മുന്നേ അത്രയും ഐലാഷൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ കസ്റ്റേർഡ് ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ദെൻ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ ഐലാഷസ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാരയും അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മുടെ ഐലാഷസ് ഇങ്ങനെ വിടർന്നിരിക്കില്ലല്ലോ. അപ്പം ഞാൻ കുറേ നേരമായിട്ട് അതൊക്കെ അങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു തനിയെ. ഞാൻ എന്നെ തന്നെ ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, എപ്പോൾ പോയിരുന്നാലും ഈ ഒരു പ്ലേസിൽ, അതായത് ഞങ്ങൾ പോയത് അതിരപ്പള്ളിയാണ്, ആ ഒരു പ്ലേസിൽ ഈ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും ഈ പശുവും കാളയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കും. കഴിഞ്ഞ തവണ പോകുമ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് ഒരു എന്താ പറയുക, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ആന ശരിക്കും പറഞ്ഞാൽ ദേ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ആന അവിടെ വെറുതെ നിൽക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് ബൈക്കിൽ പോയ കുറച്ച് പേരാണ് ആനേനെ കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു ആനയുണ്ട് എന്ന്. അപ്പം ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിന്നു. കാരണം ഇനിയിപ്പോൾ അവിടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആനയ്ക്കും അത് കണ്ടിട്ടൊരു ഇതാവും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. പക്ഷേ ഈ ബൈക്കിൽ പോയവരാരും അവിടെ പോയിട്ട് വെറുതെ നിൽക്കുകയല്ല ചെയ്തത്. ഇവരിങ്ങനെ ആനേനെ ഇറിറ്റേറ്റ് ചെയ്ത് അവസാനം ആന ഇറങ്ങി വരികയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ആർക്കും വണ്ടി എടുത്തിട്ട് ബാക്കിലോട്ട് റിവേഴ്സ് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറി. സ്വിച്ചിട്ട കണക്ക് എങ്ങനെയോ സിറ്റുവേഷൻ അങ്ങ് എന്താ പറയുക, ഫുൾ ട്രാജഡി പോലെ നമുക്ക് നമ്മളൊന്ന് പേടിക്കുന്ന ഒരു മൊമെൻറ്റിലേക്ക്, അങ്ങനത്തെ ഒരു ഫീൽ തരുന്ന രീതിയിലേക്ക് ആ ഒരു യാത്ര പോയി എന്നുള്ളതാണ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മളെല്ലാവരും ഷോക്കായിരുന്നു. കണ്ടോ, ഈ കാണുന്ന ബൈക്കിലുള്ള 2-3 പേരാണ് ഈ പണി ചെയ്തത്. അപ്പോൾ ആന തിരിച്ച് വരികയും അതിൻ്റെ ബാക്കിൽ 2 KSRTC ബസ്, ഇതുപോലെയുള്ള കുറേ കാറുകൾ, എല്ലാവർക്കും കൂടി ഒരുമിച്ച് അത് തിരിച്ച് റിവേഴ്സ് എടുത്ത് പോകാനായിട്ട് പറ്റാത്ത രീതിയിൽ ബ്ലോക്കായി. അപ്പോൾ ദയവ് ചെയ്ത്
നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റ് ഏരിയ എന്താ അവിടെ അവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. വന്യമൃഗങ്ങളാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ അവരുടെ അടുത്താണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അതെപ്പോഴും മൈൻഡിൽ വേണം. അല്ലാണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരുവോ എടുക്കോ എന്തോ ആയിക്കോട്ടെ, ആ സമയത്ത് അവരെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്ത് പ്രലോഭിപ്പിച്ച് വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വരുന്നവർ നിങ്ങൾ മേ ബി പ്രോബ്ലം ഉണ്ടാക്കുന്നവർ മേ ബി ഓടി രക്ഷപ്പെട്ടേക്കാം. ബാക്കിയുള്ളവർക്കും അത് പ്രോബ്ലം ആവും. ചിലപ്പോൾ അവർക്ക് അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഈ റെഡ് കളർ ഷർട്ട് ഇട്ട ആൾ ആണ് ഈ ബാക്കി ബൈക്കിലുള്ളവരെ എന്താ പറയുക ഗൈഡ് ചെയ്തിരുന്നത്. അയാൾ അവിടുത്തെ ഗൈഡ് ചെയ്യുന്ന ആളാണോ അതോ അവിടുത്തെ ലോക്കൽ ആരോ ആണത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരും ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.